നമസ്കാരം. ആരെയും അടുപ്പിക്കാത്ത പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഒരു കാറിൽ സഞ്ചരിക്കുന്നത് കണ്ടതു മുതൽ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങി. മോദിക്കൊപ്പം റഷ്യയും ചൈനയും കൂടി ചേർന്ന് ത്രികക്ഷി സഖ്യം രൂപീകരിക്കാൻ തയ്യാറാണ് എന്ന് ചൈന കൂടി ഉറപ്പിച്ചു പറഞ്ഞതോടെ പുകഞ്ഞുകൊണ്ടിരുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. മോദിയെ ഒരാളെ മാത്രമാണ് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പേടി. പിന്നാലെ ട്രംപിന്റെ ഫോൺ കോൾ, അതും മോദിക്ക്. മോദി ഒറ്റയ്ക്ക് നിവർന്നു നിന്നിട്ട് തന്നെ ട്രംപിന്റെ മുട്ടുകാൽ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മോദിയെ മുന്നിൽ നിർത്തി ഷീ ജിൻപിങ്ങും പുടിനും കൂടി ഉയർന്നു നിന്നാൽ ലോകം നിയന്ത്രിക്കുന്നത് പിന്നെ മോദി തന്നെയായിരിക്കുമെന്ന് ട്രംപിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ഈ ടെലിഫോൺ സംഭാഷണം ഒരുങ്ങിയത് ഒരു സാധാരണ നയതന്ത്ര ചർച്ച മാത്രമെന്ന് വിലയിരുത്താൻ കഴിയില്ല. മറിച്ച് ഇന്ത്യയുടെ വളർന്നു വരുന്ന ആഗോള ശക്തിയും മോദിയുടെ ദീർഘവീക്ഷണമുള്ള വിദേശ നയവും വീണ്ടും തെളിയിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത് എന്ന് പറയേണ്ടി വരും. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ലോകവേദിയിൽ സ്വയം വിശ്വാസത്തോടെ മുന്നേറുമ്പോൾ ട്രംപിന്റെ നേതൃപരമായ പരാജയങ്ങളും അനിശ്ചിതത്വങ്ങളും തെളിഞ്ഞു കാണും. മോദി അധികാരത്തിലേറിയത് മുതൽ ഇന്ത്യയുടെ വിദേശ നയം ഒരു പുതിയ ഉയർച്ച നേടുകയും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ആഗോളതലത്തിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങൾ പോലും ഇന്ന് ഇന്ത്യയുടെ സ്വാധീനം അംഗീകരിക്കുകയും അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി ഇന്ത്യയെ കാണുകയും ചെയ്തു. ഇതിനു പിന്നിലെ പ്രധാന കാരണം മോദിയുടെ ആത്മവിശ്വാസവും വ്യക്തതയും രാജ്യത്തിനായുള്ള നിർബന്ധിത പ്രതിബദ്ധതയും തന്നെയാണ്. ഉടനൊരു ശുഭവാർത്തയ്ക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര കരാർ വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന വാർത്തകൾക്കിടെയാണ് ഇരു നേതാക്കളും വിവിധ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നത് ചർച്ച ചെയ്തത്. ഇന്ത്യ US പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായും വ്യാപാരം, നിർണായക സാങ്കേതിക വിദ്യകൾ, ഊർജം, പ്രതിരോധം, സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നത് ചർച്ച ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി. പ്രത്യേകിച്ചും വ്യാപാര മേഖലയിൽ വെല്ലുവിളികൾ നേരിടുന്നതിനും പൊതു താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ മോദിയും ട്രംപും സമ്മതിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ US കോമ്പാക്ട് നടപ്പിലാക്കുന്നതിൽ നിർണായകമായ സാങ്കേതിക വിദ്യകൾ, ഊർജം, പ്രതിരോധം, സുരക്ഷ, മറ്റ് മുൻഗണനാ മേഖലകൾ എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെ കുറിച്ചും നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറി. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി കരാറിനായി രാജ്യം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ നിർദ്ദേശങ്ങളാണ് ന്യൂഡൽഹി മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് വാഷിംഗ്ടണിലെ ഒരു ഉന്നത US ഉദ്യോഗസ്ഥൻ സെനറ്റിനെ അറിയിച്ചു. എന്നാൽ അമേരിക്കൻ മാംസ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അനുവദിക്കുന്നതിലെ ഇന്ത്യയുടെ എതിർപ്പ് ഇപ്പോഴും ഒരു തർക്ക വിഷയമായി നിലനിൽക്കുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഇരട്ട താരിഫ് ചുമത്തിയതോടെ USഉം ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായി. താരിഫ് അന്യായമാണെന്ന് ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങുന്ന രാജ്യം ചൈനയായിരിക്കെയും റഷ്യയിൽ നിന്ന് വലിയ അളവിൽ LNG വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആയിരിക്കുമ്പോഴും ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഇന്ത്യ തുറന്നടിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഫോൺ കോൾ എന്നതും ശ്രദ്ധേയമാണ്. ഈ സന്ദർശനത്തിൽ നിരവധി കരാറുകൾ ഒപ്പിട്ടതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പുടിനും മോദിയും തമ്മിലുള്ള അടുത്ത വ്യക്തിബന്ധമാണ്. വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരു നേതാക്കളും ഒരേ കാറിൽ യാത്ര ചെയ്തത് ഇതിന് ഉദാഹരണമാണ്. ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയെന്നും ഇത് അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളിൽ ഒന്നിനെ റഷ്യയുമായി കൂടുതൽ അടുപ്പിക്കാൻ കാരണമായെന്നും പല US നേതാക്കളും വിമർശിച്ചു. ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാവായ സിഡ്നി കാലങ്കർ ഡൌ മോദിയും പുടിനും ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ US കോൺഗ്രസിൽ കാണിച്ച് ട്രംപിന്റെ വിദേശ നയത്തെ ശക്തമായി വിമർശിച്ചിരുന്നു. ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു US സംഘം ഡൽഹിയിൽ എത്തിയിരിക്കുന്ന സമയത്താണ് ഈ ഫോൺ കോൾ എന്നതും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ വിദേശ നയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെ കുറിച്ചോ റഷ്യൻ ബന്ധങ്ങളെ കുറിച്ചുള്ള ചർച്ചകളോ ട്രംപിന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യ US ബന്ധത്തിലെ താൽക്കാലിക തണുപ്പൻ അവസ്ഥയ്ക്ക് ശേഷം ഈ ഉന്നതതല സംഭാഷണം കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ തുറക്കുന്നു എന്ന് വ്യക്തമാണ്. മോദിയുടെ വിദേശ നയം ഇന്ന് ഇന്ത്യ ഫസ്റ്റ് എന്ന ഉറച്ച സിദ്ധാന്തത്തിലാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, പ്രതിരോധ ശേഷി, ആഗോള ബന്ധങ്ങൾ എന്നിവയെല്ലാം മോദിയുടെ ഉറച്ച തീരുമാനങ്ങളും സമയോചിതമായ പ്രവർത്തനങ്ങളുമാണ് ശക്തമാക്കിയത്. ട്രംപ് പലപ്പോഴും ഇന്ത്യക്കെതിരെ അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിലും മോദി അവയെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ വിജയിച്ചു. മൊത്തത്തിൽ ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ഒരിക്കൽ കൂടെ വ്യക്തമായി തെളിഞ്ഞത് ഇന്ത്യ ഇന്നൊരു നിർണായക ആഗോള ശക്തിയാണ് എന്നത് തന്നെയാണ്. ഇന്ത്യ മുന്നേറുന്നു, ഉറച്ച നേതാവിന്റെ കയ്യിൽ, സ്ഥിരതയുള്ള ഭാവിയിൽ.